ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ചെടികളൊക്കെ ഒന്നുകൂടി കാണിക്കാണ് കേട്ടോ. കുറേ നാളായി ഈ ചെടികളുടെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ചെടികളും ഒന്നും കൂടി കാണിക്കാണ്, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേന്നൊക്കെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടി എന്ന് പറഞ്ഞാൽ എൻ്റെ മണി പ്ലാന്റാണ്. ഇത് കണ്ടോ, എൻ്റെ മണി പ്ലാന്റ് വളർന്ന് നിൽക്കണം നോക്കിയേ. എനിക്കിത് കട്ട് ചെയ്യാൻ തന്നെ ഇഷ്ടമില്ല. ഇത് കണ്ടോ, ഇത്രയും വളർന്നിട്ടുണ്ട് ഓരോന്നും. ഇതൊക്കെ മാർബിൾ പോത്തോസ് നോക്കി എത്രയും വളർന്നേക്കണേന്ന്. മുടി നമ്മുടെ പനങ്കൊല പോലെ തോന്നുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടി അഴിച്ചിട്ട പോലെ തോന്നും നമുക്കിത്. ഇത് മാർബിൾ പോത്തോസ്, ഇത് എൻജോയ് പോത്തോസൊക്കെയാണ്. അപ്പോൾ ഈ ചെടികളുമേ എനിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലത്തെ എൻ്റെ പണികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങും കുറച്ച് നേരം. അപ്പോൾ ഞാൻ ഇതുമൊരു കരിഞ്ഞ ഇല എനിക്ക് നിൽക്കണത് ഇഷ്ടമല്ല, പഴുത്ത ഇലയൊക്കെ. അത് കണ്ടപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഓരോന്നും എടുത്ത് പറിച്ച് കളയും. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. ഈ കരിഞ്ഞ ഇലകൾ നിന്നാൽ ഇത് കാണാൻ ഒരു ഭംഗിയില്ല, നമുക്കൊരു സന്തോഷം തോന്നില്ല അത് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതുണ്ട്, ഞാൻ എല്ലാ പഴുത്ത ഇലകളും കരിഞ്ഞ ഇലകളൊക്കെ എല്ലാ ദിവസവും ഇതുമേന്ന് ഞാൻ അടർത്തി കളയും കേട്ടോ. ഇതാണ് എൻ്റെ മണി പ്ലാന്റുകൾ. പല പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നും കൂടി ഇടണതാട്ടോ. ഇതുണ്ടോ, കരിഞ്ഞ ഇലയൊന്നും ഞാൻ ഇതൊരെണ്ണം കണ്ടപ്പോൾ തന്നെ ഇതുപോലെ നമ്മൾ പറിച്ച് കളയുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നിൽക്കും. അടുത്തത് എൻ്റെ എലിഫൻ്റ് ഇയർ ആട്ടോ. എലിഫൻ്റ് ഇയർ നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിനൊരു കരിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇലകളും കുറേ വളർന്നു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കളയണം, ഈ കരിഞ്ഞതൊക്കെ. അപ്പോഴാണ് പുതിയ ഇലകൾ വരുമ്പോൾ അത് കാണാൻ ഭംഗിയുള്ളൂ. ഇത് കണ്ടോ, അതുപോലെ ഇതിൻ്റെ പൂവാണിത്. ഈ പൂവായാലും നമ്മൾ കുറച്ച് കരിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇല ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ ജൈവവളമാണ് കൊടുക്കണ്ടേ. ഞാൻ കുറേ ജൈവവളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഞ്ഞിവെള്ളം പുളിച്ചത് ഒഴിച്ചു കൊടുക്കും, പഴം അരച്ചത് കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. പിന്നെ 6 മാസത്തിലൊരിക്കൽ ഞാൻ ഉണക്കത്താണ് പൊടി ഇട്ട് കൊടുക്കും. അതാണ് ഞാൻ ഇതിനൊക്കെ കൊടുക്കണ വളങ്ങൾ. പിന്നെ ഇതിനൊന്നും വെയിലധികം പാടില്ല. വെയിൽ കൂടിയാലും ഷീറ്റ് കെട്ടിയിട്ടുണ്ട്, എന്നാലും ഭയങ്കര വെയിലായിട്ട്. ഇനി ഇത് മോൺസ്ട്ര പ്ലാന്റ് ആട്ടോ. മോൺസ്ട്ര ഡെലീസിയോസ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് നല്ല പച്ചപ്പോടുകൂടി വളർന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ചെടികൾ സ്നേക്ക് പ്ലാന്റുകളാണ്. അതിൻ്റെ വെരിഗേറ്റഡ് ഇനമാണ്. ഇതിമൊക്കെ ജനുവരി മാസത്തിൽ എല്ലാത്തിലും നിറയെ പൂവുണ്ടായതാണ്. ഇപ്പോൾ ഒന്നും പൂവില്ല കേട്ടോ. ഇതുണ്ട്, സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ഇനമാണിത്. ഇതും സ്നേക്ക് പ്ലാന്റിൽ പെട്ടതാ. സ്റ്റാർ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. സ്റ്റാറിൻ്റെ ഷേപ്പല്ലേ ഇത്. ഇതിൻ്റെ ഇലകളൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇവിടെയും കുറച്ച് മണി പ്ലാന്റുകൾ ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ മോൺസ്ട്രയുടെ 2 ഇനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് മോൺസ്ട്ര ഡെലീസിയോസ എന്ന് പറഞ്ഞതും, ഇത് മോൺസ്ട്ര അഡൻസോണി എന്ന് പറഞ്ഞ ചെടി. പടർന്ന് കയറുന്ന ചെടിയാട്ടോ. ഇതിൻ്റെ തണ്ടുകൾ വളരെ തിന്നായിരിക്കും, അതുമ്പോൾ വേരുകൾ ഉണ്ടാവും. ഈ വേരുകൾ താങ്ങു കൊടുത്താണ് ഇത് പടർന്ന് കയറണേ. അതേസമയം ഈ ചെടിയുടെ തണ്ടുകൾക്ക് ഭയങ്കര കട്ടിയായിരിക്കും. ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്താണ് നമ്മൾ നടുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അഗ്ലോണിമ ചെടികളുണ്ട്. ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റി ആട്ടോ. ഇത് നമുക്ക് തൂക്കിയിട്ടും വളർത്താം, നമുക്ക് ചട്ടിയിലും വളർത്താം. ഇത് കുറച്ച് അരേലിയ ചെടിയുടെ കളക്ഷൻ ആട്ടോ. ഇത് പീസ് ലില്ലി കേട്ടോ. ഇത് നാടൻ പീസ് ലില്ലി. ഇത് വെരിഗേറ്റഡ് ഇനമാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുമേ വൈറ്റ് ഡിസൈൻ ഉണ്ടാവും. പൂവെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. ഇതാണെങ്കിൽ വലിയ ഇലകളായിരിക്കും, നല്ല ഗ്രീനായിരിക്കും ഇതിൻ്റെ ഇലകൾ. പിന്നെ എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ, അതൊരുമാതിരി ഭംഗിയായിട്ട് നിൽക്കണുണ്ട്. ഇത്രയും വെയിലുണ്ടെങ്കിലും വെയിലുണ്ടാവുമ്പോൾ ഇതെല്ലാം കരിയൂട്ടോ.
കരിയുന്ന ഇതൊക്കെ ഇങ്ങനെ പറിച്ച് കളയലാണ് എൻ്റെ പണി. രാവിലെ എല്ലാ കരിഞ്ഞ ഇലയും ഞാൻ പറിച്ച് കളയുന്നതുപോലെ, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് ഓഫിയോ ഫോഗൺ എന്ന് പറയുക ചെടി. ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, എൻ്റെ കയ്യിൽ വൈറ്റും ഉണ്ട്. ഇതുണ്ട്. ഇതിനൊട്ടും വെയിൽ ആവശ്യമില്ല, അത് നന്നായിട്ട് വളരും. ഇത് ചട്ടിയൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതിനി അടർത്തിയെടുത്ത് നടേണ്ട സമയം കഴിഞ്ഞേക്കാം കേട്ടോ. ഇനി കുറച്ച് ഡിഫൻബെക്കിയ ചെടി കാണാം. ഇതെൻ്റെ കുറച്ച് ഡിഫൻബെക്കിയ ചെടികളാട്ടോ. ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടുതലാണ്. ഇത് കണ്ടോ, ഇലയൊക്കെ തിന്നണുണ്ടോ. രാത്രി നമ്മൾ ഈ ഒച്ചിനെയൊക്കെ ലൈറ്റ് അടിച്ച് പിടിച്ച് ഉപ്പ് വെള്ളത്തിലിടണം. ഇത് കണ്ടോ, ഇതൊക്കെ ഒച്ച് തിന്നേക്കണേ. ഇത് ഒരു ചട്ടിയൊക്കെ വെച്ചാൽ കാണാൻ ഭംഗിയില്ല കേട്ടോ. അങ്ങനെ കുറേ ചട്ടികളിൽ ഇങ്ങനെ ഈ ചെടി വെച്ചാലേ ഇത് കാണാൻ ഭംഗിയുള്ളൂ. ഇത് വളർത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നടാം. ഇതിൻ്റെ പടക്കെ നിറയെ തൈക്കൾ വരും, അത് നമുക്ക് കട്ട് ചെയ്ത് നടാം. ഇതും ഡിഫൻബെക്കിയ കേട്ടോ. ഇതിൻ്റെ അടിയിലും തൈക്കൾ മുളച്ച് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചാണ് നമ്മൾ നടണത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പിച്ചാത്തി എൻ്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരെണ്ണം നിൽക്കണുണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ച് കളഞ്ഞ് ഒരില പോലും കരിഞ്ഞ് നിൽക്കണത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഇലകൾ അടർത്തിയെടുത്ത് കളയും കേട്ടോ, ഈ കരിഞ്ഞ ഇലയും പഴുത്ത ഇലകളൊക്കെ. പിന്നെ 2 നേരം ഇപ്പോഴത്തെ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മൾ 2 നേരം ഈ ചെടികൾ നനയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് വരും. ഞാൻ എന്നും 2 നേരം നനയ്ക്കാറില്ല, എന്നാലും മിക്കപ്പോഴും 2 നേരം നനയ്ക്കും. അപ്പോഴേ ഇതുപോലെ ഫ്രഷായിട്ട് വളരുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ച ഒരു ചെറിയ ഗാർഡൻ, ഇലച്ചെടികളുടെ ഗാർഡൻ, പൂക്കളൊന്നുമില്ല കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം.